ചേച്ചി ചേച്ചി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയോ? ആ സരിതേ, ഒന്ന് മയങ്ങിപ്പോയി. കുറച്ചേരം ഒന്ന് മയങ്ങിപ്പോയി. 3 മണിയായോ? 3 മണിയാകുമ്പോഴേക്കും എണീക്കണം എന്ന് ഓർത്തിട്ട് ചെന്ന് മയങ്ങിയത്. 3 മണിക്ക് ശാലുമിൽ കരണക്കൊന്ത ഉണ്ടല്ലോ, മേഴ്സി റോസറി ഉണ്ടല്ലോ, അപ്പോൾ അത് കൂടണം. അപ്പോൾ അതിന് മുമ്പൊന്ന് 2 മണിയായപ്പോൾ കിടന്നാൽ കഞ്ഞി കുടിച്ചിട്ടേന്ന് കുറച്ച് കഞ്ഞിയേ കുടിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഹോം നേഴ്സ് പറഞ്ഞു, കഞ്ഞി ഇഷ്ടമല്ലാതെ കുടിച്ചില്ലല്ലേ, അപ്പം ഞാനൊരു സൂത്രം ഉണ്ടാക്കി കൊണ്ടുവരാതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സൂത്രല്ലേ? വാട്ട് ഈസ് ദിസ് സരിത? ദിസ് ഈസ് സ്നാക്സ്. ദിസ് ഈസ് സ്നാക്സ്. കണ്ട എൻ്റെ ഹോം നേഴ്സ് മിടിക്കട്ടോ, ഇംഗ്ലീഷ് പറയാൻ നല്ല ഇഷ്ടമാണ്. ഇംഗ്ലീഷ് പഠിച്ചു. ഞാൻ ചോദിച്ചു വാട്ട് ഈസ് ദിസ്, അപ്പോൾ പറഞ്ഞു ദിസ് ഈസ് സ്നാക്സ് എന്ന്. അപ്പോൾ ഇന്ന് 2 സെൻറ്റൻസ് പഠിച്ചു അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നേ? ഇതിൽ എനിക്കൊന്ന് എന്നോട് പറയൂലേ, ഡയറക്റ്റ് പാല് കുടിക്കാൻ പറ്റില്ല. പിന്നെ ഡയറക്റ്റ് പൊടിയരിക്കഞ്ഞി തന്നെയാണ് 6-7 വർഷമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന പൊടിയരിക്കഞ്ഞി മാത്രമല്ലേ. അപ്പോൾ ഒന്നും ശരീരത്തിലേക്ക് ചെല്ലുന്നില്ലല്ലോ. സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ വോമിറ്റ് ചെയ്യാണ്. ഗ്യാസിൻ്റെ അസിഡിറ്റി പ്രശ്നം പോലെ വോമിറ്റ് ചെയ്തിട്ട് പിന്നെ ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരികയാണ്. പൊട്ടാസ്യം ലോ ആയിപ്പോവും, BP ലോ ആയിപ്പോവും, സോഡിയം ലോ ആയി പോവുകയാണ്. എല്ലാം ലോ ആയിപ്പോണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പോൾ അതിന് ഭേദം ഇതൊന്നും കഴിക്കാൻ പേടി. എല്ലാ ഭക്ഷണം കഴിക്കാൻ പേടിയാണ്. കഴിച്ചാൽ അപ്പോൾ സ്റ്റൊമക്ക് ഇങ്ങനെ ഇത്രയും പഫ്റ്റപ്പാകും. പിന്നെ എനിക്ക് തിരിയാനോ ശ്വാസം വലിക്കാനൊക്കെ അത്രയും ബുദ്ധിമുട്ടാണ്. ഏത് ഭക്ഷണം കഴിക്കാനും പേടി എനിക്ക്. കുരിശ് വരച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് കഴിക്കും. കഞ്ഞി കുടിക്കുമ്പോൾ വേറെ ഒന്നും ട്രൈ ചെയ്യാൻ എനിക്ക് പേടി, സത്യം പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഗ്യാസ്ട്രോൻ്റെ അടുത്തേക്ക് ഓടേണ്ടി വരും, ഗ്യാസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഓടേണ്ടി വരും. ഈ വയറിന് അസുഖം വന്ന ഏത് ഡോക്ടറെ കാണിക്കാമെന്നറിയോ സരിത? ഗ്യാസ്ട്രോളജിസ്റ്റ്. അപ്പോൾ എന്നൊരു പേരും കൂടെ പുതിയ പഠിച്ചില്ലേ, ഗ്യാസ്ട്രോളജിസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട സരിത, വയറ് സുഖമില്ല ഇന്ന്. ഏത് ഡോക്ടറെ കാണിക്കാൻ പോകുന്നേ? വയറിന് സുഖമില്ലാണ്ടായ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണിക്കും. ഗ്യാസ്ട്രോനെ കാണിക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഇതൊക്കെ തിന്നാലേ വയറ് സ്റ്റൊമക്ക് അപ്സെറ്റായ ഗ്യാസ്ട്രോനെ കാണിക്കേണ്ടി വരും. ഞാനിനി അടുത്ത പ്രാവശ്യം നാളെ പറഞ്ഞുതരാം കേട്ടോ. ഓരോ നമ്മുടെ ബോഡി പാർട്സിലെ ഓരോ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ട ഓരോ ഡോക്ടർമാരുടെ പേരൊക്കെ നാളെ പറഞ്ഞുതരാം. സുഖാവണം എന്നുണ്ട്, എണീക്കണം എന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം. ഓരോ പ്രാവശ്യം ദൈവത്തോട് ഓരോരോ സൗഖ്യങ്ങൾ ചോദിക്കും തോറും എൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക. ആദ്യം ഈ ശരീരത്തിൽ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനും പഴുപ്പ് കയറി പിടിച്ചല്ലോ. ഏറ്റവും കൂടുതൽ പഴുപ്പ് കയറിയത് നട്ടൽ തന്നെയായിരുന്നു. അത് നമ്മൾ അറിഞ്ഞില്ല, അത് കൂടുതലായിപ്പോയി. അപ്പോൾ അന്നൊക്കെ എന്നെ കൈ പിടിച്ച് എൻ്റെ അമ്മയും ഹസ്ബൻഡൊക്കെ കൈ പിടിച്ച് കൊണ്ടുപോയിരുന്നു മക്കളൊക്കെ ടോയ്ലറ്റിലേക്കൊക്കെ. അന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, എന്നാണ് എൻ്റെ കൈ പിടിക്കാതെ എനിക്ക് തനിയെ നടക്കാൻ സാധിക്കാമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ എനിക്ക് എൻ്റെ കൈ പിടിച്ചിട്ട് നടക്കാൻ സാധിക്കാതെ അത്രയും നട്ടലിനെ വീക്കായി തുടങ്ങി. ഇപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ കൈ ഇരുന്നിട്ടെങ്കിലും എനിക്ക് എൻ്റെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും ചെയ്യാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി ദൈവത്തോട്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റിരിക്കാനും പറ്റാത്ത അവസ്ഥയായി. അത് എല്ലുമെന്നുള്ള എന്തോ ഒരു പ്രശ്നം കാരണം. പിന്നെ ഈ നട്ടലിനൊക്കെ ഇപ്പോൾ അവസാനത്തെ MRI സ്കാൻ ചെയ്തതിൽ അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. നട്ടലിന്മേൽ ഫുൾ പഴുപ്പായിട്ടുണ്ടായിരുന്നു, ഇടത്ത സൈഡിലെ വാരിയില്ലുമ്പോഴും. അപ്പോൾ പഴുപ്പ് വന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഓട്ടകളായിട്ട് മാറിയിരിക്കുകയാണ്. നട്ടലിന്മേൽ ഫുള്ള് ഓട്ടകളാണ്, ആ പഴുപ്പ് വന്ന ഭാഗങ്ങൾ ഫുള്ള് ഓട്ടകളാണ്. എന്നെ ഈ മെഡിസിൻ 1 വർഷത്തോളം ഞാൻ മെഡിസിൻ എടുത്തു. സ്റ്റാർട്ടിങ്ങിൽ 60 ഇഞ്ചക്ഷൻ 2 ബട്ടക്ക് നിങ്ങൾക്കറിയാലോ, 2 ബട്ടക്കിൽ മാറി 60 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. 60 ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഒരു 1 ഇയർ ഫുള്ള് മെഡിസിനായിരുന്നു. ഒരു 9-10 ടാബ്ലറ്റുകളും ഇഞ്ചക്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കെട്ടിൽ നിന്ന് എണീക്കാൻ പോലും സാധിക്കുക, അത്രയും അവശതയായിരുന്നു എനിക്ക്. അങ്ങനെ കിടപ്പ് തന്നെ കിടക്കായിരുന്നു. അങ്ങനെ കിടന്നിട്ടായിരിക്കണം നട്ടലിന് ഇപ്പോൾ ഒരു കൂന് വന്നിരിക്കുക. ആ കൂന് വന്നിട്ട് വയറങ്ങോട്ട് മുമ്പിലോട്ട് തള്ളിയിട്ട് ഇപ്പം ഞാൻ എണീക്കുമ്പോൾ എൻ്റെ ബോഡി അങ്ങ് സ്ട്രെയിറ്റ് ആവില്ല, സ്പൈനൽ കോഡ് നേരെ ആവണില്ല. എഴുന്നേറ്റ് പകുതി ആകുമ്പോഴത്തേക്കും എൻ്റെ 2 കാലും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും തോറും എനിക്ക് കൂടുതൽ സൗഖ്യമില്ലാണ്ടാവുന്നു. അപ്പം കൂടുതൽ ഞാനും വീണ്ടും കണ്ടീഷൻ മോശമായി വരുമായിരുന്നു. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് അങ്ങനെ ദൈവത്തിന് വിട്ടുകൊടുത്തു. ഇപ്പം ചിലപ്പോൾ ഞാൻ തന്ന അവസ്ഥ അതേപോലെ അംഗീകരിക്കാഞ്ഞിട്ടായിരിക്കും, ഞാനത് അക്സെപ്റ്റ് ചെയ്യാഞ്ഞിട്ടായിരിക്കും. ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കും തോറും എൻ്റെ കണ്ടീഷൻ മോശമായി. ഇപ്പം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ദൈവത്തിൻ്റെ പ്ലാൻ പോലെ നടക്കട്ടെ. ഇനി ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് ചികിത്സ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നട്ടെല്ല് മാറ്റി വയ്ക്കണം, ശസ്ത്രക്രിയ ചെയ്ത് നട്ടെല്ല് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 100% ഗ്യാരണ്ടി ഇല്ല. ഡോക്ടേഴ്സിന് തന്നെ 100% അവർ ഗ്യാരണ്ടി തരുന്നില്ല. നട്ടെല്ല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ അരയ്ക്കുന്ന താഴോട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആവും.
അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഡോക്ടേഴ്സിനെ ഒരിക്കലും അവർ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളാനാണ് പറയുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഞങ്ങൾ അമേരിക്കയിലുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അമേരിക്കയിലെ ഡോക്ടേഴ്സും പറയുന്നത് വേണ്ട, ചെയ്യണ്ട, ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. ഇപ്പോൾ സഹിക്കാൻ പറ്റുന്ന വേദനകളല്ലേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സഹിക്കാൻ പറ്റുന്ന വേദനകളുള്ളൂ കേട്ടോ. ഇപ്പോൾ സഹിക്കാവുന്ന വേദനകളേ ഉള്ളൂ. അത്ര സിവിയർ ആയിട്ടില്ല. ഞാൻ സഹിക്കുവാണ്. എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. ദൈവം തന്ന എനിക്കൊരു കംപ്ലൈൻ്റ് ഇല്ല, പരാതിയില്ല. ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇനി കൂടുതലാവുകയാണെങ്കിൽ, വേദന കൂടുതലാണെങ്കിൽ സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടന്നിരുന്ന ആൾ ഇരിപ്പായി, ഇരുന്നിരുന്ന ആൾ ഇപ്പോൾ കിടപ്പായി. ഇനിയിപ്പം എഴുന്നേറ്റിരിക്കാനും സാധിക്കില്ല. എൻ്റെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കട്ടിലേക്ക് കിടന്നതന്നെയല്ലേ. അപ്പോൾ ഞാൻ ഇനി സൗഖ്യത്തിനല്ല പ്രാർത്ഥിക്കുന്നത്. എന്ത് വന്നാലും സഹിക്കാനുള്ള ശക്തി, മനസ്സൊരിക്കലും തളർന്നു പോവാതിരിക്കാനുള്ള വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കണ്ടില്ലേ, എപ്പോഴും കണ്ടില്ലേ പോസിറ്റീവ് വൈബായിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നവരും ഓടി നടക്കാൻ പറ്റുന്നവരൊക്കെ നന്ദി പറയണം. നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഓടി നടക്കാൻ പറ്റും. ദൈവത്തോട് 100 ടൈംസ് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാം താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഈ അവസ്ഥയെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എനിക്കുണ്ട് ആഗ്രഹങ്ങൾ. എനിക്ക് 2 ഡോട്ടേഴ്സ് ഉണ്ട്. അവരൊരു സ്റ്റേജിലെത്തിയിട്ടില്ല. അവരെ ഒരു നിലവാരത്തിൽ എത്തിച്ചിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കാൻ 2 മക്കളും. പിന്നെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ഞാൻ മുറുക്ക പിടിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല. നല്ല മനസ്സിലെ ശക്തിയുണ്ട്, സഹിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. സഹിക്കാനുള്ള ശക്തിക്ക്, മനസ്സ് തളരാതിരിക്കാനുള്ള ശക്തിക്ക്. അപ്പോൾ സരിതേ, ഡിഡ് യു ഈറ്റ് ദിസ്? നോ നോ. ഹോം നേഴ്സ് കഴിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ ഒരു ദിവസം പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. ഭയങ്കര ഇഷ്ടം ഇംഗ്ലീഷ് പഠിക്കാൻ. കഴിച്ചിട്ടില്ല എന്ന്. വാട്ട് ഈസ് ദ ടൈം നൗ? 3 o'clock? യെസ്, ഇറ്റ്സ് 10 to 3 അല്ലേ? 10 to 3. ഇപ്പോൾ 3 മണിയായിട്ടോ. 3 മണിക്ക് ഷാലോമിൽ കരുണക്കൊന്തി ഉണ്ട്, മേഴ്സി റോസറി ഉണ്ട്. എവറി ഡേ ഐ യൂസ്ഡ് ടു അറ്റൻഡ് മേഴ്സി റോസറി ഇൻ ഷാലോം. സരിതയ്ക്ക് അറിയോ മേഴ്സി റോസറി എന്താന്ന്? കരുണക്കൊന്ത എന്ന് പറഞ്ഞാൽ ഫോസ്റ്റീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ പാപികൾക്കും വേണ്ടിയിട്ട് കരുണക്കൊന്ത എല്ലാം പറഞ്ഞു. ഈ കരുണക്കൊന്ത ചെല്ലുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓരോ രഹസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, പേരൻസ്, നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ്, എനിമീസ്, ഈവൻ ടു മൈ എനിമീസ്. എൻ്റെ ഫസ്റ്റ് പ്രേയേഴ്സ് ഫോർ മൈ ഹോം നേഴ്സ്. എന്നെ ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ചെയ്യുന്ന എൻ്റെ ഹോം നേഴ്സിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രേയർ കേട്ടോ. പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സമയമായി 10 മിനിറ്റേ ഉള്ളൂ. 3 മണിയായി, 10 to 3. സോ ഞാൻ മേഴ്സി റോസറി കൂടാൻ പോവാണ്. ഷാലോമിൽ അറ്റൻഡ് ചെയ്യാൻ പോവാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സരിത ഇത് എടുത്ത് വെച്ചു.